പാഠം 2. നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ. ഇവിടെ ഭംഗിയുള്ളൊരു ചിത്രം കണ്ടില്ലേ? നിലാവിൽ പ്രകൃതിയുടെ ഭംഗിയാണ് കാണിച്ചിരിക്കുന്നതല്ലേ? നാട്ടുവഴിയിലെ നന്മകളാണ് ഈ തലക്കെട്ടിലൂടെ പ്രകടമാക്കുന്നത്. ഈ നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന യൂണിറ്റിൽ കൊടുത്തിരിക്കുന്ന പാഠങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം ഇത്. ഒന്ന്, കൊച്ചു ചക്കരച്ചി. മധുരമൂറും മാമ്പഴം കൊടുത്ത് എത്രയോ തലമുറകളെ വളർത്തിയ മാവാണ് കൊച്ചു ചക്കരച്ചി. ആ നന്മയുടെ മാവാണല്ലേ. അടുത്തത് ഓണമുറ്റത്ത്. ഓണം ഒരു നന്മയുടെ ആഘോഷമാണല്ലേ. അടുത്തത് കോഴിയും കിഴവിയും, ശ്രീനാരായണ ഗുരു. ഇതെല്ലാം നിലാവ് പെയ്യുന്ന നാട്ടുവഴികളാണ്, അറിവ് തരുന്ന വഴികളാണ്, അറിവിൻ്റെ വെളിച്ചം തരുന്ന നാട്ടുവഴികളാണ്. ഇതിലെല്ലാം നന്മകളാണ് കാണിക്കുന്നതല്ലേ. നാട്ടുവഴിയിലെ നന്മകളാണ് നമുക്കിതിലൂടെ ചിത്രീകരിച്ച് തരുന്നത്. ഇനി ഇവിടെ പ്രകൃതിയുടെ ചിത്രം, നിലാവുള്ള പ്രകൃതിയുടെ ചിത്രം കൊടുത്തതിൽ ചുവപ്പ് മഷി കൊണ്ട് എഴുതിയത് കണ്ടില്ലേ, നോക്കാം. പുറനാനൂറ് ഔവയാർ, വിവർത്തനം മനോജ് കൂറൂർ. ഇത് ഔവയാറിൻ്റെ ഒരു കവിതയിലെ നാടിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം എടുത്ത് കാണിച്ചതാണ്. നാട് ഭംഗിയാവണമെങ്കിൽ ആദ്യം നമ്മൾ ഭംഗിയാകണം, നമ്മൾ നല്ലവരാകണം എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് വിവർത്തനം ചെയ്തതാരാണ്? മനോജ് കൂറൂർ. വിവർത്തനം മനോജ് കൂറൂർ. ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഇവിടെ ഒരു മാവിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിരിക്കുന്നു. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. മാവ് തളിരിടുമ്പോൾ മുതൽ നാട്ടുംപുറത്ത് ഉത്സവമാണ്. ഗ്രാമീണാന്തരീക്ഷം മാമ്പൂവിൻ്റെ മൃദുലമായ പരിമളം കൊണ്ട് നിറയും. ഉണ്ണിമാങ്ങാ പരുവം മുതൽ മാവിൻ ചുവട്ടിലെ സദ്യ ആരംഭിക്കുകയായി. ഏതു പരുവത്തിലാണ് മാങ്ങ ആസ്വാദ്യമല്ലാത്തത്? പച്ചമാങ്ങ അല്പം ഉപ്പു ചേർത്ത് കറുമുറ ചവച്ചു തിന്നാൽ കുത്തിയൊലിക്കുന്ന ഉമിനീരിൻ്റെ വേഗം കൊണ്ട്, കൊതിയുടെ വേഗം കൊണ്ട് അണകൾ കൊച്ചിപ്പോകും. അത്ര രസമാണ്. മാങ്ങ പഴുത്തു കഴിയുമ്പോഴാണല്ലോ രസം അതിൻ്റെ പരമോച്ച നില പ്രാപിക്കുന്നത്. കയ്യിൽ വച്ചൊന്നു കശക്കി ഊറി കുടിച്ചാലുള്ള അമൃതരസത്തിനു മീതെ രസം മറ്റൊന്നില്ല. മാത്രമാണോ, മാങ്ങക്കാലം കഴിഞ്ഞാലും ആണ്ടോടാണ്ടു പല രൂപ ഭേദങ്ങളിൽ നാം മാങ്ങ വച്ച് സൂക്ഷിച്ച് ആസ്വദിക്കുന്നു. അതിൻ്റെ അണ്ടിപ്പരിപ്പ് പോലും ഔഷധമൂല്യമുള്ള ഭക്ഷ്യമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര മാവുകളാണ് എൻ്റെ ഓർമ്മയിൽ വന്ന് നിരന്നു നിൽക്കുന്നത്. അതാ ആകാശം ഉരുമി ഒരു മാവ് നിൽക്കുന്നു. അതിനെ കുരുടുപ്പി എന്നാണ് വിളിക്കുന്നത്. കാര്യം എന്തെന്നോ, അതിൻ്റെ മാങ്ങയ്ക്ക് ചക്കക്കുരുവിൻ്റെ വലുപ്പമില്ല. കുട്ടികൾക്ക് പോലും അണയിൽ ഈ 2 എണ്ണം ഇടാം. എന്നാൽ എന്തൊരു നൂറുമധുരവുമാണ്. 40-45 കൊല്ലങ്ങൾക്കപ്പുറത്ത് നിന്ന് അതിൻ്റെ സ്വാദ് നാക്കിൻ്റെ അറ്റത്ത് വന്ന് നിറയുന്നു. കാവുകുളങ്ങരയിൽ നിന്ന ചക്കരച്ചിയുടെ പരിമളം ഇപ്പോഴും ഓർക്കാൻ കഴിയും. അങ്ങനെ പല പല മാവുകൾ അവരുടെ പ്രത്യേക സ്വാദുകളുമായി ഓടിയെത്തുന്നു. എന്നാൽ കൊതിയ സമാജം കൂടിയിരുന്നത് ഞങ്ങളുടെ വക മുല്ലശ്ശേരിൽ പറമ്പിൻ്റെ അതിരിൽ നിന്ന ശർക്കര മാവിൻ്റെ കീഴിലായിരുന്നു. ചുള്ളിക്കമ്പുകൾ വിറകാക്കി ഉയർത്തിയ ഹോമാഗ്നിയിൽ മാങ്ങാനീർ ഹവിസ്സാക്കി ഞങ്ങൾ അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം നടത്തിയിരുന്നു. ആ ഹോമധൂപം മാവിൻ്റെ ഉയരത്തിൽ ചെല്ലുമ്പോൾ മാവ് പ്രതിയോടെ മാങ്ങ പൊഴിച്ചു തരും. വീണ മാങ്ങയുടെ ഞെട്ടി നുള്ളി ഉണ്ണിയിട്ടാൽ പകരം ഒരു മാങ്ങ വീഴും. അപ്പം എന്താണ്? വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വൃക്ഷമായത് മാവ് തന്നെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വൃക്ഷമായത് മാവ് തന്നെയാണ്. മാവിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. മാവ് തളിരിടുമ്പോൾ മുതൽ നാട്ടുംപുറത്ത് ഉത്സവമാണ്. ഗ്രാമീണാന്തരീക്ഷം മാമ്പൂവിൻ്റെ മൃദുലമായ പരിമളം കൊണ്ട് നിറയും. മാവ് തളിർത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. മാവ് തളിരിടുമ്പോൾ മുതൽ നാട്ടുംപുറത്ത് ഉത്സവമാണ്. മാവ് പൂത്താൽ പിന്നെ ഗ്രാമത്തിലെ അന്തരീക്ഷം മാമ്പൂവിൻ്റെ സുഗന്ധം കൊണ്ട് നിറയും, മൃദുലമായ പരിമളം കൊണ്ട് നിറയും അല്ലേ.
അതായത് മാവ് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് സുഗന്ധമാണ്, സുഗന്ധം നിറഞ്ഞു നിൽക്കും. പിന്നെയോ ഉണ്ണിമാങ്ങാ പരുവം മുതൽ ആ മാവിൻ ചുവട്ടിലെ സദ്യ ആരംഭിക്കുകയായി. ഏതു പരുവത്തിലാണ് മാങ്ങ അസ്വാദ്യമല്ലാത്തത്? പച്ചമാങ്ങ അല്പം ഉപ്പും ചേർത്ത് കറുമുറെ കറുമുറെ ചവച്ച് തിന്നാൽ ആ കുത്തിയൊലിക്കുന്ന ഉമിനീരിൻ്റെ ആ കൊതിയുടെ വേഗം കൊണ്ട് അണകൾ കൊച്ചിപ്പോവും. അത്ര രസമാണ്. നോക്കൂ, ആദ്യത്തെ കണ്ണിമാങ്ങ അല്ലെങ്കിൽ ഉണ്ണിമാങ്ങ മാവിൻ ചുവട്ടിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നമുക്ക് സന്തോഷമായി. ഓടിച്ചെന്നെടുത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? മാവിലേക്ക് നോക്കൂലേ, മാങ്ങ കിട്ടിയാൽ ആ മാവിൽ മാങ്ങാക്കുല കാണുമ്പോൾ നമുക്ക് പിന്നെ ആഹ്ലാദമായി. പിന്നെ നമ്മളെന്ത് ചെയ്യും? കൂട്ടുകാരുമൊത്ത് മാങ്ങ പെറുക്കും. മാങ്ങ പെറുക്കുന്നു, മാവിൻ ചുവട്ടിൽ തന്നെ കളി തുടങ്ങുന്നു. എന്തൊരു രസമാണല്ലേ! അതാണ് പറഞ്ഞത്, ഉണ്ണിമാങ്ങ പരുവം മുതൽ മാവിൻ ചുവട്ടിലെ സന്തോഷം ആരംഭിക്കുകയായിന്ന്. സദ്യ ആരംഭിക്കുകയായിന്ന്. അതാണ് കവി പറയുകയാണല്ലേ. അല്ലെങ്കിൽ ഏതു പരുവത്തിലാണ് മാങ്ങ ആസ്വാദ്യമല്ലാത്തത് എന്ന് ചോദിക്കുകയാണ്. മാങ്ങ എല്ലാ പരുവത്തിലും നമുക്കിഷ്ടമാണല്ലേ. പച്ചമാങ്ങ അല്പം ഉപ്പ് ചേർത്ത് കറുമുറ ചവച്ച് തിന്നാൽ ആ കുത്തി ഒലിക്കുന്ന ഉമിനീരിൻ്റെ വേഗം കൊണ്ട് അണകൾ കൂച്ചിപ്പോവും. അത്ര രസമാണല്ലേ. പിന്നെന്താണ്? മാങ്ങ പഴുത്ത് കഴിയുമ്പോഴാണല്ലോ രസം അതിൻ്റെ പരമോച്ച നില പ്രാപിക്കുന്നത്. കയ്യിൽ വച്ചൊന്ന് കശക്കി ഊറി കുടിച്ചാലുള്ള അമൃതരസത്തിനു മീതെ രസം മറ്റൊന്നില്ല. പഴുത്ത മാങ്ങ കയ്യിലെടുത്ത് ഞെക്കി, അതെന്താ ഊറി കുടിക്കാന്നാൽ പഴുത്ത മാങ്ങ കയ്യിലെടുത്ത് ഞെക്കി ഞെക്കി ഉടച്ചിട്ട് അതിൻ്റെ മുഖം ചെറുതായിട്ട് കടിച്ച് ആ ഓളിൽ കൂടെ ഊറി കുടിച്ച് മാങ്ങ ഇങ്ങനെ ഊമ്പി കുടിക്കുക. ഊറി കുടിച്ചാൽ കിട്ടുന്ന അമൃതരസം, ഒരു അമൃതരസം ഒരു ഇത് കിട്ടും. മാങ്ങ ഇങ്ങനെ കശക്കിയിട്ട് ഊറി കുടിക്കുമ്പോൾ കിട്ടുന്ന അമൃതരസത്തിനു മീതെ രസം മറ്റൊന്നില്ല. മാത്രമാണോ, മാങ്ങാക്കാലം കഴിഞ്ഞാലും ആണ്ടോടാണ്ട് പല രൂപ ഭേദങ്ങളിൽ നാം മാങ്ങ വച്ച് സൂക്ഷിച്ച് ആസ്വദിക്കുന്നു. പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും എല്ലാം പുഴുങ്ങി ചെത്തി നല്ലവണ്ണം ഉണക്കി സൂക്ഷിച്ച് കുറേ കാലം ഉപയോഗിക്കാം. അച്ചാറിട്ടും അല്ലാതെ പച്ചമാങ്ങ ചെത്തി അച്ചാറിട്ടും ഉപ്പിലിട്ടും കാലങ്ങളോളം മാങ്ങ വെച്ച് സൂക്ഷിക്കാം അല്ലേ. സൂക്ഷിച്ച് ആസ്വദിക്കുന്നു. ഇനി മാങ്ങയുടെ അണ്ടിപ്പരിപ്പ് നല്ല ഔഷധമൂല്യമുള്ള ഭക്ഷ്യമാണ്. ഔഷധം ആണ് മാങ്ങയുടെ അണ്ടിപ്പരിപ്പ്. പിന്നെയോ മൂത്തുപഴുത്ത മാങ്ങയുടെ അണ്ടി പൊളിച്ച് അതിലെ പരിപ്പ് ചുട്ടു തിന്നാം. ഉണക്കി പൊടിച്ചും ഇങ്ങനെ പച്ചയായിട്ടും ഭക്ഷിക്കാം. അണ്ടിയുടെ നല്ല പൊടിയുള്ള മാങ്ങ അണ്ടി കുത്തിപ്പൊളിച്ചാൽ നല്ല പൊടി ഉണ്ടാവും. അത് നമുക്ക് ഭക്ഷ്യമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതൊരു ഔഷധം കൂടിയാണ്. അതാണ് പറയുന്നത്, അതിൻ്റെ അണ്ടിപ്പരിപ്പ് പോലും ഔഷധ ഗുണമുള്ള ഭക്ഷ്യമാണെന്ന്. കഴിഞ്ഞ കാലം ഓർത്തപ്പോൾ കുറേ മാവുകളുടെ ചിത്രം എഴുത്തുകാരൻ്റെ ഓർമ്മയിൽ നിരന്നു നിൽക്കുകയാണ്. നമ്മളുടെ കുട്ടിക്കാലത്ത് കളിച്ച സ്ഥലങ്ങളും അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും ഒക്കെ ഓർക്കാറില്ലേ? അതുപോലെ ഈ എഴുത്തുകാരനും കുട്ടിക്കാലത്ത് കണ്ടിരുന്ന മാവുകളെക്കുറിച്ച് ഓർക്കുകയാണ്. എന്താണ്? തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര മാവുകളാണ് എൻ്റെ ഓർമ്മയിൽ വന്ന് നിരന്നു നിൽക്കുന്നത്. പിന്നെ എന്താണ്? അതിൽ ഒരു മാവിനെ പ്രത്യേകം ഓർക്കുകയാണ്. എങ്ങനെ? ആകാശം ഒരുമി ഒരു മാവ് നിൽക്കുന്നു. അതിനെ കുരുടുപ്പി എന്നാണ് വിളിക്കുന്നത്. കാര്യം എന്തെന്നോ, അതിൻ്റെ മാങ്ങയ്ക്ക് ചക്കക്കുരുവിൻ്റെ വലുപ്പമില്ല. കുട്ടികൾക്ക് പോലും അണയിൽ ഈ 2 എണ്ണം ഇടാം. എന്നാൽ എന്തൊരു മധുരവും 100 മധുരവുമാണ്. 45 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അതിൻ്റെ സ്വാദ് നാക്കിൻ്റെ അറ്റത്ത് വന്ന് നിറയുന്നു. നോക്കൂ, ഓർമ്മയിൽ എന്താണ്? കുറേയേറെ നിരന്ന് നിൽക്കുന്ന മാവുകൾ. ഒരു മാവിനെ പ്രത്യേകം ഓർക്കുന്നു. ആ മാവിനെ എന്താണ് വിളിക്കുന്നത്? കുരുടുപ്പി എന്നാണ് വിളിക്കുന്നത്. കുരുടുപ്പി എന്ന് വിളിക്കാൻ കാര്യം അതിൻ്റെ മാങ്ങ വളരെ ചെറുതാണ്. ചക്കക്കുരുവിൻ്റെ വലിപ്പം പോലും ഇല്ലല്ലേ. കുട്ടികൾക്ക് പോലും വായിൽ, അതായത് കോട്ടിൽ, അണയിൽ ഈ 2 എണ്ണം വീതം ഇടാം. അതിനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്തൊരു 100 മധുരവുമുള്ള മാമ്പഴമാണെന്നോ. 45 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ആ ഓർമ്മ ഇപ്പോഴും ആ മാമ്പഴത്തിൻ്റെ സ്വാദ് നാക്കിൻ്റെ അറ്റത്ത് വന്ന് നിറയുന്നു. കൂടാതെ കാവുകുളങ്ങരയുള്ള ചക്കരച്ചി മാവിനെയും ഓർക്കുന്നുണ്ടല്ലേ.
എന്താണ് ഓർക്കാൻ കഴിയുന്നത്? അങ്ങനെ പല പല മാവുകൾ അവരുടെ പ്രത്യേക സ്വാദുകളുമായി ഓടിയെത്തുന്നു. എന്നാൽ പുതിയ സമാജം കൂടിയിരുന്നത് ഞങ്ങളുടെ വക മുല്ലശ്ശേരിയിൽ പറമ്പിൻ്റെ അതിരിൽ നിന്ന ശർക്കര മാവിൻ്റെ കീഴിലായിരുന്നു. പുതിയ സമാജം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊതിയന്മാരുടെ ഗ്രൂപ്പല്ലേ? അവരൊക്കെ കൂടിയിരുന്നത് കുട്ടികളിങ്ങനെ കൊതിയന്മാരായി ഒരു മാങ്ങ കിട്ടുമോ എന്നുള്ള പഴുത്ത മാങ്ങ കിട്ടാൻ വേണ്ടി കൊതിയന്മാരായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് മാവിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കളിക്കുന്ന നടക്കുകയോ ചെയ്യും. പുതിയ സമാജം കൂടിയിരുന്നത് ഞങ്ങളുടെ വക മുല്ലശ്ശേരിയിൽ പറമ്പിൻ്റെ അതിരിൽ നിന്ന ശർക്കര മാവിൻ്റെ കീഴിലായിരുന്നു എന്നാണ് പറഞ്ഞേ. അടുത്ത പേജ് നോക്കൂ. മുല്ലശ്ശേരിയിൽ പറമ്പിൻ്റെ അതിരിൽ നിന്ന ശർക്കര മാവിൻ്റെ കീഴിലായിരുന്നു. ചുള്ളിക്കമ്പുകൾ വിറകാക്കി ഉയർത്തിയ ഹോമാഗ്നിയിൽ മാങ്ങനീർ ഹവിസാക്കി ഞങ്ങൾ അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം നടത്തിയിരുന്നു. ആ ഹോമധൂപം മാവിൻ്റെ ഉയരത്തിൽ ചെല്ലുമ്പോൾ മാവ് പ്രീതിയോടെ മാങ്ങ പൊഴിച്ചു തരും. വീണ മാങ്ങയുടെ ഞെട്ടിനുള്ളി ഉണ്ണിയിട്ടാൽ പകരം ഒരു മാങ്ങ വീഴും. അതിൻ്റെ അവകാശി ഉണ്ണിയിട്ട ആളാണ്. ഇക്കാറ്റും കാറ്റല്ല, മറുകാറ്റും കാറ്റല്ല, മാവേലിക്കുന്നത്തെ പൂവാലൻ കാറ്റേ ഓടിവാ എന്ന് ആവാഹിച്ചാൽ വായുഭഗവാൻ വന്ന് വിമനസ്സായി നിൽക്കുന്ന മാവിൻ്റെ ശാഖകളെ ഉലച്ച് മാങ്ങകൾ പൊഴിച്ചു തരും. അണ്ണാൻ കുഞ്ഞേ, കാക്ക കഴിവേറി എന്നിങ്ങനെ ഇണക്കിയും പിണക്കിയും അവരെ കൊണ്ട് മാങ്ങകൾ കൊത്തിയിടുവിക്കുക. അങ്ങനെ എന്തെല്ലാം മന്ത്രതന്ത്രങ്ങൾ, ഉപാസനകൾ മാവിൻ ചുവട്ടിൽ നടന്നിരുന്നു. ഇന്ന് മാങ്ങാ മരം കാണാത്ത കുട്ടികൾ കേരളത്തിൽ ഉണ്ടാവില്ലെങ്കിലും ഇപ്പറഞ്ഞ പഴയ അപരിഷ്കൃത മട്ടുകൾ അവർ അറിയാനിടയില്ല. മാവിനോടുള്ള പ്രേമം നാട്ടിൻപുറത്തെ കുട്ടികളിൽ മാത്രമല്ല, കവികളിലും കാണാം. കവികളായവരെല്ലാം നാട്ടിൻപുറത്തെ ഏതെങ്കിലും പുതിയ സമാജത്തിൽ അംഗങ്ങൾ ആയിരുന്നിരിക്കണം. അല്ലെങ്കിലുണ്ടോ? തേനൂറുന്ന കവിത രചിക്കാൻ അവർക്ക് കഴിയുന്നു. സർവവൃക്ഷങ്ങൾക്കും മീതെ എന്ന് ഭാവിച്ചു നിൽക്കുന്ന അശ്വത്ഥമോ, ഘനസുഗന്ധിയായ സ്വർണ്ണപ്പൂക്കൾ വിരിയിച്ചു നിൽക്കുന്ന ചെമ്പകമോ, സുരഭില സ്വർണ്ണ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഇലഞ്ഞിയോ, രജത നക്ഷത്രങ്ങൾ ചൂടി നിൽക്കുന്ന പുന്നയോ, പൊന്നശോകം പോലുമോ അല്ല കവി ഭാവനയെ ഏറ്റവും കൂടുതൽ ഉദ്ദീപ്തവും ഉന്മത്തവും ആക്കിയിട്ടുള്ളത്. ആ ബഹുമതി ആർക്കാണ്? മാവിന് തന്നെയാണ്. കാമദേവൻ ജ്യോതസായകനാകുമ്പോൾ അങ്ങനെയല്ലേ വരൂ. കുറെ കൂടെ നേരെ ഈ കവികൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാമ്പൂ പൊടിച്ച് കാമന്റെ കയ്യിൽ സഹായകമായി കൊടുത്തു എന്നതായിരിക്കണം. പൂത്തിരി കത്തിച്ചതുപോലെയുള്ള മാമ്പൂക്കല ഒടിച്ച് കുസൃതിക്കുട്ടനെ പോലെ കവിതാങ്കണത്തിൽ ഓടിയെത്തിയ വൈലോപ്പിള്ളി മാമ്പഴത്തിൽ കൂടെ ഉത്കടമായ വേദനയുടെ മാധുര്യം പകർന്നു തന്നാണല്ലോ നമുക്ക് പ്രിയങ്കരനായി തീർന്നത്. ഇങ്ങനെ ഭുവന വിദിതമായ മാവിൻ്റെ വംശത്തിലാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചിയും വന്നു പിറന്നത്. സത്യം പറയാമല്ലോ, എന്താണ്, കൊച്ചു ചക്കരച്ചിയുമായി അടുത്ത് പരിചയപ്പെടാനും സ്നേഹബന്ധം ഉദിച്ചതും ഭാഗം കഴിഞ്ഞ് ഞങ്ങളുടെ ശാഖ തറവാട് വീട്ടിൽ പാർപ്പ് ഉറപ്പിച്ചതോടെ മാത്രമായിരുന്നു. ശാഖ എന്ന് പറഞ്ഞാലും ഫലത്തിൽ താമസിക്കാൻ ഞാനും അമ്മയുമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും മൂത്ത സഹോദരി പുത്രി സമേതം ഭർതൃഗൃഹത്തിലും അതിനിളയ സഹോദരി വിദ്യാഭ്യാസാർത്ഥം എറണാകുളത്തുമായിരുന്നു. അങ്ങനെ വന്നു ചേർന്ന ഏകാന്തത വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടിന് കൂടുതൽ പ്രേരകമായി. തറവാട്ടു വീട്ടിൽ മാവുകൾ പലതുണ്ടായിരുന്നെങ്കിലും കുലശ്രേഷ്ഠകളായി എണ്ണിയത് 2 എണ്ണത്തിനെയായിരുന്നു. വലിയ ചക്കരച്ചിയും കൊച്ചു ചക്കരച്ചിയും. മൂത്തവൾ വലിയ ചക്കരച്ചിയായിരുന്നെങ്കിലും തെക്കു പടിഞ്ഞാറു മാറി പറമ്പിൽ ഒഴിഞ്ഞാണ് അവൾ നിന്നിരുന്നത്. അപ്പം എന്താണ്, നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഹോമാഗ്നിയുടെ പുക മാവിൽ തൊട്ട് തലോടുമ്പോൾ മാവിന് സന്തോഷമാകും. മാവ് പ്രീതിയോടെ മാങ്ങ പൊഴിച്ചു തരുമെന്നാണ് പറഞ്ഞത്. അതാണ് ശർക്കര മാവിൻ്റെ കീഴിൽ ചുള്ളിക്കമ്പുകൾ വിറകാക്കി ഉയർത്തിയ ഹോമാഗ്നിയിൽ മാങ്ങനീർ ഹവിസാക്കി ഞങ്ങൾ അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം നടത്തിയിരുന്നു എന്ന് പറഞ്ഞത്. ഹവിസാക്കി പറഞ്ഞാൽ നമ്മൾ ദ്രവ്യങ്ങളൊക്കെ നെയ്യൊക്കെ ഒഴിക്കുമല്ലോ ഹോമത്തിൽ. അങ്ങനെ ആ ഹോമധൂപം മാവിൻ്റെ ഉയരത്തിൽ ചെല്ലുമ്പോൾ മാവ് പ്രീതിയോടെ മാങ്ങ പൊഴിച്ചു തരും. പിന്നെയോ, വീണ മാങ്ങയുടെ ഞെട്ടിനുള്ളി ഉണ്ണിയിട്ടാൽ പകരം ഒരു മാങ്ങ വീഴും. അതിൻ്റെ അവകാശി ഉണ്ണിയിട്ട ആളാണ്. അതായത് അണ്ണാൻ പിറന്നാൾ ആഘോഷിച്ച്
ഹോമധൂപം തട്ടിയതിൻ്റെ പ്രീതിയോടെ മാവ് പൊഴിച്ചു തരുന്ന മാങ്ങയുടെ ഞെട്ടിനുള്ളി കറ ഇറ്റിച്ചാൽ പകരം മാവ് ഒരു മാങ്ങ വീഴ്ത്തിത്തരും. ആ മാങ്ങയുടെ അവകാശി ആ മാങ്ങ ഞെട്ടിനുള്ളിയെ ഇട്ട ആളാണ് എന്നാണ് പറഞ്ഞത്. കൂടാതെ ഇക്കാറ്റും കാറ്റല്ല മറുകാറ്റും കാറ്റല്ല മാവേലിക്കുന്നത്തെ പൂവാലൻ കാറ്റെ ഓടിവാ എന്ന് ആവാഹിച്ചാൽ വായു ഭഗവാൻ വന്ന് വിമനസ്സായി നിൽക്കുന്ന മാവിൻ്റെ ശാഖകളെ ഉലച്ച് മാങ്ങകൾ പൊഴിച്ചു തരും. നോക്കൂ, പുതിയ സമാജം നടത്തി പുതിയ സമാജം ഹോമം നടത്തുന്നുണ്ടല്ലേ. നോക്കൂ, ഇക്കാറ്റും കാറ്റല്ല അവർ വായു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇക്കാറ്റും കാറ്റല്ല മറുകാറ്റും കാറ്റല്ല മാവേലിക്കുന്നത്തെ പൂവാലൻ കാറ്റെ ഓടിവാ എന്ന് ആവാഹിക്കുമ്പോൾ വായു ഭഗവാൻ വന്ന് മാങ്ങ പൊഴിക്കാൻ മനസ്സില്ലാതെ നിൽക്കുന്ന മാവിൻ്റെ ശാഖകളെ ഉലച്ച് മാങ്ങകൾ പൊഴിച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു മന്ത്രം നോക്കൂ. അണ്ണാൻ കുഞ്ഞ് കാക്ക കഴിവേറി എന്നിങ്ങനെ ഇണക്കിയും പിണക്കിയും അവരെ കൊണ്ടും മാങ്ങകൾ കൊത്തിയിടുവിക്കും. അങ്ങനെ എന്തെല്ലാം മന്ത്രതന്ത്രങ്ങൾ ഉപാസനകൾ മാവിൻ ചുവട്ടിൽ നടന്നിരുന്നു. അണ്ണാനെ അണ്ണാൻ കുഞ്ഞേ എന്ന് ഇണക്കി വിളിക്കും, കാക്കയെ കാക്ക കഴിവേറി എന്ന് പിണക്കിയും വിളിക്കും. ഇങ്ങനെ ഇണക്കിയും പിണക്കിയും മാങ്ങകൾ കൊത്തിയിടുവിക്കും. ഇന്ന് മാങ്ങാമരം കാണാത്ത കുട്ടികൾ കേരളത്തിൽ ഉണ്ടാവില്ലെങ്കിലും ഇപ്പറഞ്ഞ പഴയ അപരിഷ്കൃത മട്ടുകൾ അവർ അറിയാനിടയില്ല. മാങ്ങാമരം കാണാത്ത കുട്ടികൾ കേരളത്തിലുണ്ടാവില്ല. മാങ്ങാമരം കേരളത്തിലെ എല്ലാ കുട്ടികളും കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്നാലും മാവിൻ ചുവട്ടിൽ നടന്നിരുന്ന മന്ത്രതന്ത്രങ്ങളും ഉപാസനകളും മാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാവിൻ ചുവട്ടിൽ നടന്നിരുന്ന മന്ത്രതന്ത്രങ്ങളും ഉപാസനകളും അവർ അറിയാനിടയില്ല. മാവിനോടുള്ള പ്രേമം നാട്ടിൻപുറത്തെ കുട്ടികളിൽ മാത്രമല്ല കവികളിലും കാണാം. കവികളായവരെല്ലാം നാട്ടിൻപുറത്തെ ഏതെങ്കിലും പുതിയ സമാജത്തിൽ അംഗങ്ങൾ ആയിരുന്നിരിക്കണം. അല്ലായെങ്കിലുണ്ടോ തേനൂറുന്ന കവിത രചിക്കാൻ അവർക്ക് കഴിയുന്നു. മാവിനോടുള്ള പ്രേമം കുട്ടികൾക്കു മാത്രമല്ല കവികളിലും കാണാമെന്ന് പറയുന്നു. അതിന് തെളിവായി പറയുന്നത് കവികളായവരെല്ലാം നാട്ടിൻപുറത്തെ ഏതെങ്കിലും പുതിയ സമാജത്തിൽ അംഗങ്ങളായിരുന്നിരിക്കണം. അല്ലായെങ്കിലുണ്ടോ തേനൂറുന്ന കവിത രചിക്കാൻ അവർക്ക് കഴിയുന്നു എന്നും സർവവൃക്ഷങ്ങൾക്കും മീതെ എന്ന് ഭാവിച്ചു നിൽക്കുന്ന അശ്വത്ഥമോ ഘനസുന്ദരിയോ സ്വർണ്ണപ്പൂക്കൾ വിരിയിച്ചു നിൽക്കുന്ന ചെമ്പകമോ സുരഭില സ്വർണ്ണ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഇലഞ്ഞിയോ രജത നക്ഷത്രങ്ങൾ ചൂടി നിൽക്കുന്ന പുന്നയോ പൊന്നശോകം പോലുമോ അല്ല കവിഭാവനയെ ഏറ്റവും കൂടുതൽ ഉദ്ദീപ്തവും ഉന്മത്തവുമാക്കിയിട്ടുള്ളത്. ആ ബഹുമതി മാവിന് തന്നെയാണ്. സർവവൃക്ഷങ്ങൾക്കും മീതെ എന്ന് ഭാവിച്ചു നിൽക്കുന്ന അരയാലോ അല്ലെങ്കിൽ സൗരഭ്യം പരത്തുന്ന ചെമ്പകമോ അല്ലെങ്കിലോ പരിമളം പരത്തുന്ന സ്വർണ്ണ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഇലഞ്ഞിയോ രജത നക്ഷത്രങ്ങൾ ചൂടി നിൽക്കുന്ന പുന്നയോ പൊന്നശോകം പോലുമോ അല്ല കവിഭാവനയെ ഏറ്റവും കൂടുതൽ ഉദ്ദീപ്തവും ഉന്മത്തവുമാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നതല്ലേ. പിന്നെയോ ആ ബഹുമതി മാവിന് തന്നെയാണ്. മാവ് തന്നെയാണ് ആ ബഹുമതിക്ക് അർഹൻ എന്നാണ് പറയുന്നത്. ബഹുമതി മാവിന് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇലഞ്ഞി പൂവിന് സുരഭില സ്വർണ്ണ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഇലഞ്ഞി എന്നും പുന്നയ രജത നക്ഷത്രങ്ങൾ ചൂടി നിൽക്കുന്ന എന്നും അരയാലിന് സർവവൃക്ഷങ്ങൾക്കും മീതെ എന്നും ഭാവിച്ചു നിൽക്കുന്ന അശ്വത്ഥമെന്നും വർണ്ണിച്ചിരിക്കുന്നല്ലേ. ഇതൊന്നുമല്ല കവിഭാവനയെ ഏറ്റവും ഈ ഇലഞ്ഞിപ്പൂവൊക്കെ ഒരു നക്ഷത്രം പോലെയാണല്ലേ. കവിഭാവനയെ ഏറ്റവും കൂടുതൽ ഉദ്ദീപ്തവും ഉന്മത്തവുമാക്കിയിട്ടുള്ളത് ഇതൊന്നുമല്ല. ആ ബഹുമതി മാവിന് തന്നെയാണ് എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. കാമദേവൻ ചൂതസായകനാകുമ്പോൾ അങ്ങനെയല്ലേ വരൂ. കുറെ കൂടെ നേരെ ഈ കവികൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാമ്പൂ ഒടിച്ച് കാമൻ്റെ കയ്യിൽ സായകമായി കൊടുത്തു എന്നതായിരിക്കണം. കാമദേവൻ ചൂതസായകനാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കാമൻ എന്ന് പറയുന്ന പ്രേമം. കാമദേവൻ്റെ ആയുധം മാവിൻ്റെ പൂവാണ്. അതാണ് കാമദേവൻ ചൂതസായകനാകുമ്പോൾ അങ്ങനെയല്ലേ വരൂ എന്ന് പറഞ്ഞത്. കാമൻ്റെ ആയുധം കാമദേവൻ്റെ കാമം എന്ന് പറഞ്ഞാൽ പ്രേമം തോന്നൊക്കെ പറയില്ല നമ്മൾ. കാമദേവൻ്റെ ആയുധം മാവിൻ്റെ പൂവാണ്. അതാണ് കാമദേവൻ
ചൂതസായകനാകുമ്പോൾ അങ്ങനെയല്ലേ വരൂ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ ആയുധം മാവിൻ പൂവാകുമ്പോൾ ആ കവിഭാവനയെ ഏറ്റവും കൂടുതൽ ഉദ്ദീപ്തവും ഉന്മത്തവുമാക്കിയിട്ടുള്ളതിൻ്റെ ബഹുമതി മാവിന് തന്നെയല്ലേ വരൂ എന്നാണ് പറഞ്ഞല്ലേ. ശരിക്ക് പറഞ്ഞാൽ കവികൾ അവർക്ക് പ്രിയപ്പെട്ട മാമ്പൂ പൊടിച്ച് കാമദേവൻ്റെ കയ്യിൽ ആയുധമായി കൊടുത്തു എന്നതായിരിക്കണം നേര്. പൂത്തിരി കത്തിച്ചത് പോലുള്ള മാമ്പൂക്കുല ഒടിച്ച് കുസൃതിക്കുട്ടനെ പോലെ കവിതാങ്കണത്തിൽ ഓടിയെത്തിയ വൈലോപ്പിള്ളി മാമ്പഴത്തിൽ കൂടെ ഉത്കടമായ വേദനയുടെ മാധുര്യം പകർന്നു തന്നാണല്ലോ നമുക്ക് പ്രിയങ്കരനായി തീർന്നത്. ഇതാണ് പൂത്തിരി കത്തിച്ചത് പോലുള്ള മാമ്പൂക്കുല ഒടിച്ച് വേദനയുടെ മാധുര്യം നിറയുന്ന മാമ്പഴം എന്ന കവിത. അതായത് പൂത്തിരി കത്തിച്ചത് പോലുള്ള മാമ്പൂക്കുല ഒടിച്ച് ഓടി വരുന്ന കുസൃതിക്കുട്ടനെ പോലെ, അമ്മയുടെ അടുത്തേക്ക് മാമ്പൂക്കുല ഒടിച്ച് ഓടി വരുന്ന കുസൃതിക്കുട്ടനെ പോലെ, അതായത് അമ്മ ഓമനിച്ച് വളർത്തുന്ന മാവിൻ്റെ പൂക്കുല ഒടിച്ചിട്ടാണ് ഈ കുസൃതിക്കുട്ടൻ ഓടി വരുന്നല്ലേ. മാമ്പൂക്കുല ഒടിച്ച് അമ്മയുടെ അടുക്കിലേക്ക് ഓടി വരുന്ന കുസൃതിക്കുട്ടനെ പോലെ മാമ്പഴം എന്ന വേദനയുടെ മാധുര്യം നിറഞ്ഞ കവിതയുമായി കവിതാങ്കണത്തിലേക്ക് ഓടിയെത്തിയ വൈലോപ്പിള്ളി ഉത്കടമായ വേദനയുടെ മാധുര്യം പകർന്നു തന്നാണല്ലോ നമുക്ക് പ്രിയങ്കരനായി തീർന്നത് എന്നാണ് പറഞ്ഞത്. മാമ്പഴം എന്ന കവിത നമ്മുടെ മനസ്സിലേക്ക് വേദനയുടെ മാധുര്യം ചൊരിയുന്ന ഒരു കവിതയാണ്. ഈ കവിത ചൊല്ലി കണ്ണു നിറയാത്തവരായ ആരും ഉണ്ടാകില്ല. മാമ്പൂവ് ഒടിച്ചെടുത്ത് അമ്മയുടെ അടുക്കലേക്ക് ഓടി വന്ന കുട്ടിയെ അമ്മ ചെറുതായിട്ടൊന്ന് ശകാരിക്കുന്നു. വഴക്ക് പറയുന്നതും മാമ്പഴം കഴിക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് കുഞ്ഞു കുറുമ്പ് കാട്ടി പൂക്കുല മണ്ണിലേക്ക് എറിഞ്ഞതും, പിന്നെ ആ കുട്ടി മരിച്ചു. പിന്നെ ആ മാവിൻ്റെ കായ്ച്ച മാങ്ങ മരണപ്പെട്ട തൻ്റെ മകനെ ഓർത്ത് മാങ്ങക്കുല എടുത്തിട്ട് മരണപ്പെട്ട തൻ്റെ മകനെ ഓർത്ത് നെഞ്ചോട് ചേർത്ത് അമ്മ കരയുന്നതും എല്ലാം ചിത്രീകരിച്ച മാമ്പഴം എന്ന കവിതയിലൂടെ ഉത്കടമായ വേദനയുടെ മാധുര്യം പകർന്നു തന്നാണ് വൈലോപ്പിള്ളി നമുക്ക് പ്രിയങ്കരനായി തീർന്നത്. പൂത്തിരി കത്തിച്ചതുപോലുള്ള മാമ്പഴക്കുല ഒടിച്ച് കുസൃതിക്കുട്ടനെ പോലെ കവിതാങ്കണത്തിൽ ഓടിയെത്തിയ വൈലോപ്പിള്ളി മാമ്പഴത്തിൽ കൂടെ ഉത്കടമായ വേദനയുടെ മാധുര്യം പകർന്നു തന്നാണല്ലോ നമുക്ക് പ്രിയങ്കരനായി തീർന്നത്. ഇങ്ങനെ ഭുവനവിദിതമായ മാവിൻ്റെ വംശത്തിലാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരിച്ചി വന്നു പിറന്നത്. ഇങ്ങനെ ലോകപ്രശസ്തമായ മാവിൻ്റെ വംശത്തിലാണ് പിന്നെ എന്താണ് ലോകരെ മൊത്തം മധുരം നുണയിക്കുന്ന ലോകപ്രശസ്തമായ മാവിൻ്റെ വംശത്തിലാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചി വന്നു പിറന്നത് എന്നാണ് അവരാശ്വസിക്കുന്നത്. എന്ന സന്തോഷമാണ് ലേഖകൻ ഇവിടെ കാണിക്കുന്നത്. കൊച്ചു ചക്കരച്ചി എന്ന അവരുടെ മാവിനോടുള്ള മറയാത്ത സ്നേഹബന്ധമാണ് ലേഖകൻ ഇവിടെ തുറന്നു കാട്ടുന്നത്. സത്യം പറയാമല്ലോ, കൊച്ചു ചക്കരച്ചിയുമായി അടുത്തു പരിചയപ്പെട്ടതും സ്നേഹബന്ധം മുതിച്ചതും ഭാഗം കഴിഞ്ഞ് ഞങ്ങളുടെ ശാഖ തറവാട്ടു വീട്ടിൽ പാർപ്പുറപ്പിച്ചതോടെ മാത്രമായിരുന്നു. ശാഖ എന്ന് പറഞ്ഞാലും ഫലത്തിൽ താമസിക്കാൻ ഞാനും അമ്മയുമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും മൂത്ത സഹോദരി പുത്രി സമേതം ഭർതൃഗൃഹത്തിലും അതിനിളയ സഹോദരി വിദ്യാഭ്യാസാർത്ഥം എറണാകുളത്തുമായിരുന്നു. അങ്ങനെ വന്നു ചേർന്ന ഏകാന്തത വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടിന് കൂടുതൽ പ്രേരകമായി. കൊച്ചു ചക്കരച്ചിയുമായി അടുത്തു പരിചയപ്പെട്ടതും സ്നേഹബന്ധം മുതിച്ചതും ഭാഗം കഴിഞ്ഞപ്പോൾ തായ് വഴിയായി കിട്ടിയ തറവാട്ടു വീട്ടിൽ പാർപ്പുറപ്പിച്ചതോടെ മാത്രമായിരുന്നു. അതിനു പ്രേരകമായത് അമ്മയും ലേഖകനുമായി ലേഖകനുമല്ലാതെ വീട്ടിൽ മറ്റാരുമില്ല. അങ്ങനെ വന്നു ചേർന്ന ഏകാന്തത വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടിന് കൂടുതൽ പ്രേരകമായി. ശാഖ എന്ന് പറഞ്ഞാലും ഫലത്തിൽ താമസിക്കാൻ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തറവാട് വീട് ആകുമ്പോൾ കുറേ പേരൊക്കെ ഉണ്ടാകും അല്ലേ. എന്നാൽ ലേഖകൻ്റെ ഈ വീട്ടിൽ ലേഖകനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം സഹോദരി 2 സഹോദരിമാരുണ്ടല്ലേ. അവർ മൂത്ത സഹോദരി പുത്രി സമേതം ഭർതൃഗൃഹത്തിലും അതിനിളയ സഹോദരി വിദ്യാഭ്യാസാർത്ഥം എറണാകുളത്തുമാണ്. മൂത്ത സഹോദരിക്ക് മകളുണ്ടല്ലേ. അവർ മകളുമായി ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഇളയ സഹോദരി പഠിക്കാൻ വേണ്ടി എറണാകുളത്തുമായിരുന്നു. അങ്ങനെ
വന്നു ചേർന്ന ഏകാന്തതയാണ് വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടിന് കൂടുതൽ പ്രേരകമായത് എന്നാണ് പറഞ്ഞത്. തറവാട്ട് വീട്ടിൽ മാവുകൾ പലതുണ്ടായിരുന്നെങ്കിലും കുലശ്രേഷ്ഠകളായി എണ്ണിയത് രണ്ടെണ്ണത്തിനെയായിരുന്നു, വലിയ ചക്കരിച്ചിയും കൊച്ചു ചക്കരിച്ചിയും. തറവാട് വീട്ടിൽ പ്രത്യേക സ്വാദുകളുമായി തറവാട്ട് വീട്ടിൽ പ്രത്യേക സ്വാദുകളുമായി പല പല മാവുകളുണ്ടെങ്കിലും കണ്ണിലുണ്ണികൾ കൊച്ചു ചക്കരിച്ചിയും വലിയ ചക്കരിച്ചിയും. മൂത്തവൾ വലിയ ചക്കരിച്ചി ആയിരുന്നെങ്കിലും തെക്കു പടിഞ്ഞാറ് മാറി പറമ്പിൽ ഒഴിഞ്ഞാണ് അവൾ നിന്നിരുന്നത്. നമുക്ക് പാഠത്തിൻ്റെ മറ്റേ ഭാഗം നോക്കാം. കൊച്ചു ചക്കരിച്ചി ആവട്ടെ നാലുകെട്ടിനും നെൽപ്പുരയ്ക്കും മധ്യേയുള്ള തെക്കേ മുറ്റത്ത് പടിഞ്ഞാറ് നീങ്ങി കറ്റപ്പുരയുടെയും തേങ്ങാക്കൂട്ടിൻ്റെയും അതിർത്തിയിൽ മധ്യത്തായി നീണ്ടു നിവർന്ന ധീശ്വരിയെപ്പോലെ നിന്നിരുന്നു. മുറ്റത്തെ കിഴക്കേ അറ്റത്തുയർന്നു നിൽക്കുന്ന മാളികയോട് സ്പർദ്ധിക്കുന്ന മട്ടു തോന്നും കണ്ടാൽ. പടിഞ്ഞാറു നിന്ന് കയറി വരുന്ന ഒരാൾക്ക് ഇരുപാർശ്വവും രണ്ടു പേടകളാൽ അനുസേവനായി നിൽക്കുന്ന മയിലിനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന സൗധ ശില്പത്തിൽ കൂടെ താൻ പ്രകടിപ്പിക്കുന്ന ധാടിയും മൂടിയും കാണാൻ തടസ്സമുണ്ടാക്കുന്നു എന്ന കുറ്റം ചുമത്തി പാട്ടത്തിലെ അപ്പൂപ്പൻ ഒരു 60 കൊല്ലം മുൻപ് കൊച്ചു ചക്കരിച്ചിയെ വെട്ടി നീക്കാൻ തുനിഞ്ഞതായിരുന്നു അത്രയാ. വേണ്ടപ്പെട്ടവർ ആരോ ഒക്കെ ഇടപെട്ട് ആ അത്യാഹിതം തടഞ്ഞു. ആ കഥ അവൾക്കൊരു പ്രത്യേക അരുമത്വം കൂടെ നേടിക്കൊടുത്തു. എത്രയോ തലമുറകൾ ആ വൃദ്ധമുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്നു വളർന്നു വൃദ്ധരായി കാലയവനികയ്ക്കപ്പുറം മറിഞ്ഞിരിക്കുന്നു. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ പറയുമായിരുന്നു. ഇത് നമുക്കൊന്ന് വിവരിച്ചു തരാം. കൊച്ചു ചക്കരിച്ചി ആവട്ടെ നാലുകെട്ടിനും മൂത്തവൾ വലിയ ചക്കരിച്ചി ആയിരുന്നെങ്കിലും തെക്കു പടിഞ്ഞാറ് മാറി പറമ്പിൽ ഒഴിഞ്ഞാണ് അവൾ നിന്നിരുന്നല്ലേ. എന്നാൽ കൊച്ചു ചക്കരിച്ചി ആവട്ടെ നാലുകെട്ടിനും നെൽപ്പുരയ്ക്കും മധ്യേയുള്ള തെക്കേ മുറ്റത്തെ പടിഞ്ഞാറു നീങ്ങി കറ്റപ്പുരയുടെയും തേങ്ങാക്കൂട്ടിൻ്റെയും അതിർത്തിയിൽ മധ്യത്തായി നീണ്ടു നിവർന്നു ധീശ്വരിയെ പോലെ നിന്നുല്ലേ. നോക്കൂ, കൊച്ചു ചക്കരിച്ചിയുടെ ചേച്ചിയാണ് വലിയ ചക്കരിച്ചി അല്ലേ. വലിയ ചക്കരിച്ചി എങ്കിലും അനിയത്തിയുടെ കൊച്ചു ചക്കരിച്ചിയുടെ ചേച്ചിയാണ് വലിയ ചക്കരിച്ചി എങ്കിലും കൊച്ചു ചക്കരിച്ചി വീടിനോട് ചേർന്ന് തന്നെ നിൽപ്പാണ്. ചേച്ചിയായ വലിയ ചക്കരിച്ചി തെക്കു പടിഞ്ഞാറ് മാറി പറമ്പിൽ ഒഴിഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ. അനിയത്തിയായ കൊച്ചു ചക്കരിച്ചിയാവട്ടെ നാലുകെട്ടിനും നെൽപ്പുരയ്ക്കും മധ്യേയുള്ള തെക്കേ മുറ്റത്ത് പടിഞ്ഞാറ് നീങ്ങി കറ്റപ്പുരയുടെയും തേങ്ങാക്കൂട്ടിൻ്റെയും അതിർത്തി മധ്യത്തായി നീണ്ടു നിവർന്ന് നിന്നിരുന്നത്. ഒരു ചക്രവർത്തിനിയെ പോലെയാണ് നിന്നിരുന്നല്ലേ. മുറ്റത്ത് കിഴക്കേ അറ്റത്ത് ഉയർന്നു നിൽക്കുന്ന മാളികയോട് സ്പർദ്ധിക്കുന്ന മട്ടു തോന്നും കണ്ടാൽ. പടിഞ്ഞാറ് നിന്ന് കയറി വരുന്ന ഒരാൾക്ക് ഇരുപാർശ്വവും രണ്ടു പേടകളാൽ അനുസേവനായി നിൽക്കുന്ന മയിലിനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന സൗധശില്പത്തിൽ കൂടെ താൻ പ്രകടിപ്പിക്കുന്ന ധാടിയും മൂടിയും കാണാൻ തടസ്സമുണ്ടാക്കുന്നു എന്ന് കുറ്റം ചുമത്തി പാട്ടത്തിലെ അപ്പൂപ്പൻ ഒരു 60 കൊല്ലം മുൻപ് കൊച്ചു ചക്കരിച്ചിയെ വെട്ടി നീക്കാൻ തുനിഞ്ഞതായിരുന്നത്രേ. വേണ്ടപ്പെട്ടവർ ആരൊക്കെയോ ഇടപെട്ട് ആ അത്യാഹിതം തടഞ്ഞു. ആ കഥ അവൾക്കൊരു പ്രത്യേക അരുമത്വം കൂടെ നേടിക്കൊടുത്തു. മുറ്റത്ത് കിഴക്കേ അറ്റത്ത് ഉയർന്നു നിൽക്കുന്ന മാളികയോട് മത്സരിക്കുന്ന മട്ടു തോന്നും കണ്ടാൽ. കൊച്ചു ചക്കരിച്ചി അല്ലേ. കയറി വരുന്നത് എവിടുന്ന് പടിഞ്ഞാറ് നിന്ന് കയറി വരുന്ന ഒരാൾക്ക് രണ്ടു വശവും രണ്ടു പേടകളാൽ സേവിക്കപ്പെട്ടവനായി നിൽക്കുന്ന മയിലിനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന ശില്പഭംഗിയുള്ള മാളിക അല്ലേ. മാളികയെ പോലെ അത്രയ്ക്ക് മനോഹരമായ മാളികയിൽ കൂടെ താൻ പ്രകടിപ്പിക്കുന്ന ധാടിയും മോടിയും അയാൾക്ക് പ്രൗഢിയും മോടിയും കാണാൻ തടസ്സമുണ്ടാകുന്നു എന്ന കുറ്റം ചുമത്തി കുറ്റം ചുമത്തി രണ്ടു പേടകളാൽ സേവിക്കപ്പെട്ടവനായി നിൽക്കുന്ന പ്രൗഢിയോടെ നിൽക്കുന്ന മയിലിനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന ശില്പഭംഗിയുള്ള മാളിക, മാളികയുടെ രത്നം പോലെ തിളങ്ങുന്ന മാളികയുടെ പ്രൗഢിയും ഭംഗിയും കാണുന്നതിന് തടസ്സമുണ്ടാകുന്നു എന്ന കുറ്റം ചുമത്തി കൊച്ചു ചക്കരിച്ചിയെ വെട്ടിമാറ്റാൻ 60 കൊല്ലം മുൻപ് പാട്ടത്തിലെ അപ്പൂപ്പൻ തുനിഞ്ഞിരുന്നത്രേ. വേണ്ടപ്പെട്ടവർ ആരൊക്കെയോ ഇടപെട്ടാണ് കൊച്ചു ചക്കരിച്ചിയെ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആ കഥ അവൾക്കൊരു അരുമത്വം കൂടെ
നേടിക്കൊടുത്തു എന്നാണ് പറഞ്ഞത്. ആ കഥ അവൾക്ക്, അതായത് കൊച്ചു ചക്കരച്ചിക്ക് ഒരു ഓമനത്തും കൂടെ നേടിക്കൊടുത്തു. അരുമത്തം ഓമനത്താണല്ലേ. ഒരു ഓമനത്തും കൂടെ കൊച്ചു ചക്കരച്ചി ഒരു ഓമന കുട്ടിയായി അതോടെ. എത്രയോ തലമുറകൾ ആ വൃദ്ധമുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്ന് വൃദ്ധരായി. അപ്പോൾ കൊച്ചു ചക്കരച്ചി ഇപ്പോൾ കുറേ വർഷങ്ങളായി, കുറേ തലമുറകൾ കഴിഞ്ഞല്ലേ. അപ്പോൾ കൊച്ചു ചക്കരച്ചി വയസ്സത്തിയായി, വൃദ്ധയായി. വൃദ്ധമുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്ന് വൃദ്ധരായി കാലയവനികയ്ക്കപ്പുറം മറിഞ്ഞിരിക്കുന്നു. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ പറയുമായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ കഥകളും കണ്ടും കേട്ടോ അങ്ങനെ നിൽക്കല്ലേ കൊച്ചു ചക്കരച്ചി. അടുത്ത ഭാഗം നോക്കാൻ അടുത്ത പേജ് വായിക്കാം. ഞങ്ങൾ തറവാട്ടിൽ താമസമാക്കിയതിനു ശേഷം പണത്തിൻ്റെ മുട്ടുകൊണ്ട് 1-2 പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സ്വയം ചത്തും മാവിനെ കാത്തുരക്ഷിച്ചു പോന്ന നീറുകൾ എന്ന ചാവേറ്റുപട കൊച്ചു ചക്കരച്ചിയിൽ കയറാൻ ശ്രമിച്ചവരെല്ലാം തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞു. വിൽക്കാനുള്ളതെല്ലാം ആളുകൾക്ക് 1-2 പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില. മാങ്ങയുടെ കാര്യം പോകട്ടെ, മാവ് തന്നെ വാങ്ങാൻ ആളുകൾ വരാൻ തുടങ്ങി. യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടി. അവരെയും പട്ടാളത്തിൽ ചേർത്തിരുന്നു എന്നാണ് തോന്നുന്നത്. തായ്തടിയുടെ വണ്ണവും പൊക്കവും ശാഖകളെ കൊണ്ട് പാഴാക്കി കളയാതെ 19 അടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്തു പ്രലോഭനവും ഉപയോഗിക്കാൻ തയ്യാറായി ആളുകൾ വന്നിരുന്നെങ്കിലും പണത്തിനു മുട്ടുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തുരത്തപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഇരിക്കലും അത് മുറിച്ചു കളയണമെന്ന് ഞാൻ വാദിക്കാനും ശഠിക്കാനും ലഹള കൂട്ടാനും തുടങ്ങി. കൊച്ചു ചക്കരച്ചിയുടെ ഇടതുഭാഗത്തായി താഴെ നിന്ന് 8-10 അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞ് തടി ജീർണിച്ചിരിക്കുന്നു. ആ ആപത്ത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും നിശ്ചയമില്ല. ഇടിമിന്നൽ ഏശിയതാവാമെന്ന് ചിലർ ഊഹിച്ചു. അത് ശത്രുക്കളുടെ ദ്രോഹവൃത്തിയായി മറ്റു ചിലർ സങ്കല്പിച്ചു. ഏറ്റവും ഒടുവിൽ പ്രബലമായി വന്നിട്ടുള്ള അഭിപ്രായം തടിക്കച്ചവടക്കാർ ആരോ തെക്കേപ്പുറത്ത് ആരുമില്ലാത്ത തക്കം നോക്കി തമരു വെച്ച് തുളച്ചതിൽ നിന്ന് വന്നതാവാമെന്നാണ്. രോഗഹേതു എന്തുമാകട്ടെ, മാരകമായ രോഗം പിടിപെട്ടു. അതാണല്ലോ ഗണിക്കാനുള്ളത്. ചികിത്സിക്കാനും രക്ഷിക്കാനുമുള്ള വഴികൾ ആരാഞ്ഞു. ഒന്നും കണ്ടുകിട്ടിയില്ല. പിന്നെ നോക്കാനുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയാണല്ലോ. കാലവർഷക്കാറ്റ് വന്ന് ആഞ്ഞടിച്ചാൽ മാവ് ഒടിഞ്ഞു വീഴുന്നത് താശിപ്പുരയുടെ മേലാണ്. അങ്ങനെ വന്നാലത്തെ നാശം ആർക്കു താങ്ങാൻ കഴിയും? വീഴാവുന്ന എവിടേക്ക് വീണാലും കെട്ടിടങ്ങൾ നശിക്കാതിരിക്കാൻ വഴിയില്ല. ആ നിലയ്ക്ക് അതിനെ വെട്ടുകയല്ലാതെ എന്തു ചെയ്യും? വെട്ടാതെ വരുന്ന അപകടത്തിന് എന്തു സമാധാനം പറയാൻ കഴിയും? എന്ത് ആശ്വാസം കണ്ടുപിടിക്കാൻ സാധിക്കും? ഇഷ്ടമുണ്ടായിട്ടല്ല, ചുമതല ആകയാലാണ് ഏറ്റവും വലിയ അത്യാഹിതം ഒഴിവാക്കാൻ ആ മാവ് മുറിക്കണമെന്ന് സകല യുക്തികളും ഉപയോഗിച്ച് ഞാൻ വാദിച്ചത്. അമ്മ ഒരു വാദവും സമ്മതിച്ചു തരാൻ ഭാവമില്ല. യുക്തി ഉള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കൂ. ഇവിടെ ഭക്തിയും വിശ്വാസവുമാണ്. കൊച്ചു ചക്കരച്ചി വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്ന ഒറ്റ ഉറച്ച നിലയായിരുന്നു അമ്മയ്ക്ക്. കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും. കൊച്ചു ചക്കരച്ചി ചതിക്കില്ല എന്ന വിശ്വാസമാണോ, അതോ വീണ് പൂമുഖവും മറയും തകരുന്നുവെങ്കിൽ അതോടെ താനും തകരട്ടെ എന്ന വിചാരമാണോ അതിൻ്റെ പ്രേരക ശക്തി എന്നറിയില്ല. അപ്പം നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. കൊച്ചു ചക്കരച്ചിക്ക് പ്രായമായി വൃദ്ധ മുത്തശ്ശിയായിരിക്കുന്നു അല്ലേ. എത്രയോ തലമുറകൾ ആ വൃദ്ധ മുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരമൂറും ചക്കര മാങ്ങ തിന്ന് വളർന്നു പ്രായമായി വയസ്സന്മാരായി, അതായത് വൃദ്ധരായി മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ പറയുമായിരുന്നു. എത്രയോ തലമുറകൾ ആ വൃദ്ധ മുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്ന് വൃദ്ധരായി കാലയവനികയ്ക്കപ്പുറം മറിഞ്ഞിരിക്കുന്നു. ആ തലമുറകൾ പ്രായമായി വൃദ്ധരായിട്ടാണ് മരിച്ചിട്ടുള്ളത്. അതോ
ഒന്നും രണ്ടുമല്ല, എത്രയോ തലമുറകൾ. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഈ കൊച്ചു ചക്കരച്ചിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലേ? നല്ല പ്രായമായല്ലേ? ഇനി നമുക്ക് ഞങ്ങൾ തറവാട്ട് വീട്ടിൽ താമസമാക്കിയതിന് ശേഷം പണത്തിൻ്റെ മുട്ടുകൊണ്ട് 1-2 പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ടല്ലേ? പണത്തിന് ബുദ്ധിമുട്ടോ ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുമല്ലേ? ഇങ്ങനെ പണത്തിന് മുട്ടുകൊണ്ട് പണത്തിൻ്റെ അത്യാവശ്യം കൊണ്ട് 1-2 തവണ എഴുത്തുകാരൻ്റെ അമ്മ ഈ കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിറ്റ് പണത്തിൻ്റെ മുട്ട് തീർക്കാമെന്ന് വിചാരിച്ച് മാങ്ങ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സ്വയം ചത്തു മാവിനെ കാത്തുരക്ഷിച്ചു പോകുന്ന നീറുകൾ എന്ന ചാവേറുപട കൊച്ചു ചക്കരച്ചിയിൽ കയറാൻ ശ്രമിച്ചവരെ എല്ലാം തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞു. ആ നീറുകളാണ് മാവിനെ കാത്തുരക്ഷിച്ചതല്ലേ? ഇതൊരു തരം ഉറുമ്പുകളാണ്. ചോണൻ, ഉളിയുറുമ്പ് എന്നൊക്കെ പറയും. ഇവ കടിച്ചാൽ നീറുകയും ചൊറിയുകയും ചെയ്യും. ശരീരത്തിൽ കടിച്ചു പിടിച്ച ഇവയെ നമ്മൾ പിടിച്ച് പറിച്ചെടുക്കണം. അവ കടി വിടുകയില്ല. നമ്മൾ പിടിച്ച് പറിച്ചെടുക്കുമ്പോൾ ഇവ ചാവുകയും ചെയ്യും. ഇതാണ് സ്വയം ചത്തും മാവിനെ രക്ഷിക്കുന്ന ചാവേറുകളായ നീറുകൾ എന്ന് ലേഖകൻ പറഞ്ഞത്. മാങ്ങ ഒടിക്കാൻ മാവിൽ കയറുന്നവരെ ഈ നീറുകൾ കടിച്ച് ശല്യം ചെയ്യും. അതോടെ മാങ്ങ അത് സഹിക്കാൻ കഴിയാത്തൊരു ശല്യമായിരിക്കും. അതോടെ മാങ്ങ ഒടിക്കാൻ കഴിയാതെ തോറ്റ് ഇറങ്ങിപ്പോരും. വിൽക്കാനുള്ളതല്ല, ആളുകൾക്ക് 1-2 പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില. നിങ്ങൾക്ക് വിറ്റ് കാശാക്കാനുള്ളതല്ല, ആളുകൾക്ക് 1-2 പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില എന്നാണ് പറഞ്ഞത്. മാങ്ങയുടെ കാര്യം പോകട്ടെ, മാവ് തന്നെ വാങ്ങാൻ ആളുകൾ വരാൻ തുടങ്ങി. യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടി. അവരെയും പട്ടാളത്തിൽ ചേർത്തിരുന്നു എന്നാണ് തോന്നുന്നത്. തായ്തടിയുടെ വണ്ണവും പൊക്കവും ശാഖോപശാഖകളെ കൊണ്ട് പാഴായി കളയാതെ 19 അടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്തു പ്രലോഭനവും ഉപയോഗിക്കാൻ തയ്യാറായി ആളുകൾ വന്നിരുന്നെങ്കിലും പണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തുരത്തപ്പെട്ടു. മാങ്ങയുടെ കാര്യം പോകട്ടെ. അപ്പം എന്താണ്? മാങ്ങയായിരുന്നു ആദ്യം വിൽക്കാന്നല്ലേ? എന്നാലോ മാങ്ങയുടെ കാര്യം പോകട്ടെ. മാവ് തന്നെ വാങ്ങാൻ ആളുകൾ വരാൻ തുടങ്ങിയല്ലേ? പണത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം മാങ്ങ വിൽക്കാൻ നിന്നത് നടന്നില്ല. മാങ്ങയുടെ കാര്യം പോകട്ടെ, ഇപ്പോൾ മാവ് തന്നെ വാങ്ങാനാണ് ആളുകൾ വരാൻ തുടങ്ങിയത്. യുദ്ധകാലമായി. അതോടുകൂടി മാവുകൾക്ക് വില കൂടി. വില കൂടാൻ യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടി. യുദ്ധകാലമായതുകൊണ്ട് മാവുകൾ വാങ്ങാൻ ആളുകൾ ഇങ്ങനെ വന്നു. എന്തായി, ഇത് പണിത്തരത്തിനൊക്കെ ഉപയോഗിക്കുന്നതല്ലേ മരം. യുദ്ധകാലത്ത് വല്ല പീരങ്കിക്കോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മരത്തിൻ്റെയൊക്കെ ആവശ്യങ്ങളുണ്ടാവും, ഫർണിച്ചറല്ലേ. അപ്പോൾ അത് വാങ്ങാൻ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. വരുന്നത് കണ്ടിട്ട് അവരെയും, അതായത് മാവുകളെയും പട്ടാളത്തിൽ ചേർത്തിരുന്നു എന്നാണ് തോന്നുന്നത് എന്നാണ് കവി പറഞ്ഞത്. തായ്തടിയുടെ വണ്ണവും പൊക്കവും ശാഖോപശാഖകളെ കൊണ്ട് പാഴായി കളയാതെ 19 അടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്തു പ്രലോഭനവും ഉപയോഗിക്കാൻ തയ്യാറായി ആളുകൾ വന്നിരുന്നെങ്കിലും പണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തുരത്തപ്പെട്ടു. 19 അടി ഉയരത്തിൽ നിൽക്കുന്ന, അതായത് നല്ല പൊക്കമുള്ള മാവാണ് കൊച്ചു ചക്കരച്ചി അല്ലേ? ഏതൊരു മരത്തിൻ്റെയും താഴ്ത്തടിയിൽ കുറേ ശാഖോപശാഖകളുണ്ടാവും. പണിത്തരമാക്കാൻ പറ്റുന്നത്, അതായത് കൊമ്പുകൾ ഉള്ളതിനേക്കാൾ നല്ലത് പണിത്തരമാക്കാൻ പറ്റുന്നത് ശാഖോപശാഖകളില്ലാത്ത താഴ്ത്തടിയാണല്ലേ? അതാണ് പറഞ്ഞത്. താഴ്ത്തടിയുടെ വണ്ണവും പൊക്കവും ശാഖോപശാഖകളെ കൊണ്ട് പാഴായി കളയാതെ. ഈ കൊച്ചു ചക്കരച്ചിക്ക് താഴ്ത്തടിയിൽ കൊമ്പുകളൊന്നുമില്ല അല്ലേ? ശാഖോപശാഖകളൊന്നുമില്ല. അത് അങ്ങനെ കൊമ്പൊന്നുമില്ലാതെ, അതായത് കൊമ്പുണ്ടായ പാഴായി കളയാതെ 19 അടി ഉയരത്തിൽ നിൽക്കുകയാണ് കൊച്ചു ചക്കരച്ചി. വണ്ണവും പൊക്കവുമുള്ള താഴ്ത്തടിയിൽ ശിഖരങ്ങളൊന്നുമില്ലാതെ 19 അടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന്
എന്ത് പ്രലോഭനവും ഉപയോഗിക്കാൻ തയ്യാറായി ആളുകൾ വന്നിരുന്നെങ്കിലും പണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തുരത്തപ്പെട്ടു. നോക്കൂ, വണ്ണവും പൊക്കവുമുള്ള താഴ്ത്തടിയിൽ ശാഖോപശാഖകളൊന്നുമില്ലാതെ 10-50 അടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്തു വശീകരണ തന്ത്രങ്ങളും ഉപയോഗിക്കുവാനും തയ്യാറായി. എന്തൊക്കെ പറഞ്ഞിട്ടായാലും കൈക്കലാക്കുവാൻ വേണ്ടി ആളുകൾ വന്നിരുന്നെങ്കിലും പണത്തിന് മുട്ടുണ്ടായിരുന്നിട്ടോ, ഇവർക്ക് പണത്തിന് ആവശ്യമുണ്ട്. ആരെങ്കിലും മാവ് വാങ്ങിയാൽ കിട്ടുന്ന പണത്തിന് ഇവർക്ക് നല്ല ആവശ്യമുണ്ട്. എന്നിട്ട് പോലും കൊച്ചു ചക്കരച്ചിയെ അവർക്ക് പട്ടാളത്തിലേക്ക് വിറ്റില്ല. അല്ലെങ്കിൽ കൊച്ചു ചക്കരച്ചിയെ വാങ്ങാൻ വന്നവർ തുരത്തപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഇരിക്കലും അത് മുറിച്ച് കളയാതെ മുറിച്ച് കളയണമെന്ന് ഞാൻ വാദിക്കാനും ശഠിക്കാനും ലഹള കൂട്ടാനും തുടങ്ങി. എഴുത്തുകാരൻ ഈ മാവിനെ മുറിക്കണമെന്നും ഇങ്ങനെ വില തരാമെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് മാവിനെ കൊടുക്കാത്ത മാവാണ്. ആ മാവിനെ മുറിച്ച് കളയണമെന്നും ഒക്കെ വാദിക്കാൻ തുടങ്ങി. എഴുത്തുകാരൻ. കൊച്ചു ചക്കരച്ചിയുടെ ഇടതുഭാഗത്തായി താഴ്ത്തടിയിൽ നിന്ന് 8-10 അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞ് ജീർണിച്ചിരിക്കുന്നു. ആ ആപത്ത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും നിശ്ചയമില്ല. ഇടിമിന്നൽ ഏശിയതാവാമെന്ന് ചിലർ ഊഹിച്ചു. അത് ശത്രുക്കളുടെ ദ്രോഹവൃത്തിയായി മറ്റു ചിലർ സങ്കല്പിച്ചു. ഏറ്റവും ഒടുവിൽ പ്രബലമായി വന്നിട്ടുള്ള അഭിപ്രായം തടിക്കച്ചവടക്കാർ ആരോ തെക്കേപ്പുറത്ത് ആരുമില്ലാത്ത തക്കം നോക്കി തമരു വെച്ച് തുളച്ചതിൽ നിന്ന് വന്നതാവാം എന്നാണ് ചിലർ ഊഹിക്കുന്നത്. രോഗഹേതു എന്തുമാവട്ടെ, മാരകമായ രോഗം പിടിപെട്ടു. അതാണല്ലോ ഗണിക്കാനുള്ളത്. മാങ്ങ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നില്ല. മാവിനെ തന്നെ മൊത്തത്തിൽ മോഹവില പറഞ്ഞു വന്നിട്ടും കൊടുത്തില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കൊച്ചു ചക്കരച്ചിയെ മുറിച്ച് കളയണമെന്ന് എഴുത്തുകാരൻ തന്നെ വാദിക്കാനും ശഠിക്കാനും ലഹള കൂട്ടാൻ തുടങ്ങിയല്ലേ. കാരണം കൊച്ചു ചക്കരച്ചി എന്ന മാവിന് രോഗം ബാധിച്ചിരിക്കുന്നു. ഇടതുഭാഗത്തായി താഴ്ത്തടിയിൽ താഴെ നിന്ന് 8-10 അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞ് ജീർണിച്ചിരിക്കുന്നു. തൊലി പൊളിഞ്ഞ് ദുസ്സഹമായിരിക്കുന്നു. മാരകരോഗം പിടിപെട്ടിരിക്കുന്നു. ആ ആപത്ത് എങ്ങനെ സംഭവിച്ചു എന്ന് നിശ്ചയമില്ല. ഇടിമിന്നൽ ഏശിയതാവാമെന്ന് ചിലർ ഊഹിച്ചു. അത് ശത്രുക്കളുടെ ദ്രോഹവൃത്തിയായി മറ്റു ചിലർ സങ്കല്പിച്ചു. ഏറ്റവും ഒടുവിൽ പ്രബലമായി വന്നിട്ടുള്ള അഭിപ്രായം തെക്കേപ്പുറത്ത് ആരുമില്ലാത്ത തക്കം നോക്കി തടിക്കച്ചവടക്കാർ ആരോ അതായത് മാവ് വാങ്ങാൻ വന്നവരല്ലേ, തമരു വെച്ച് തുളച്ചതിൽ നിന്ന് വന്നതാവാമെന്ന് ആണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. രോഗഹേതു ഏതുമാവട്ടെ, മാരകമായ രോഗം പിടിപെട്ടു. അതാണല്ലോ ഗണിക്കാനുള്ളത്. ചികിത്സിക്കാനും രക്ഷിക്കാനുമുള്ള വഴികൾ ആരാഞ്ഞു. ഒന്നും ശരിയായില്ല. പിന്നെ നോക്കാനുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയാണല്ലേ. കൊച്ചു ചക്കരച്ചിയെ രക്ഷിക്കാനുള്ള മാർഗമൊന്നും കണ്ടുകിട്ടിയില്ല. ഇനി നോക്കാനുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ്. കാലവർഷക്കാറ്റ് വന്ന് ആഞ്ഞടിച്ചാൽ മാവ് ഒടിഞ്ഞു വീഴുന്നത് താശിപ്പുരയുടെ മേലാണ്. അങ്ങനെ വന്നാലത്തെ ആ നാശം ആർക്ക് താങ്ങാൻ കഴിയും? അങ്ങനെ വന്നാലത്തെ അവസ്ഥ ഭയങ്കരാവൂലെ. കാറ്റ് ആഞ്ഞടിച്ചാൽ മാവ് വീഴുന്നത് തായ്പുരയുടെ മേലാണ്. തായ്പുരയുടെ മുകളിലേക്ക് എങ്ങാനും വീണാൽ വലിയ നാശനഷ്ടം ഉണ്ടാകും. അത് താങ്ങാൻ കഴിയാത്ത നഷ്ടമായിരിക്കും. വീഴാവുന്ന എവിടേക്ക് വീണാലും ആ കെട്ടിടങ്ങൾ നശിക്കാതിരിക്കാൻ വഴിയില്ല. ആ നിലയ്ക്ക് അതിനെ വെട്ടുകയല്ലാതെ എന്തു ചെയ്യും? വെട്ടാതെ വരുന്ന അപകടത്തിന് എന്ത് സമാധാനം പറയാൻ കഴിയും? എന്ത് ആശ്വാസം കണ്ടുപിടിക്കാൻ സാധിക്കും? ഇഷ്ടമുണ്ടായിട്ടില്ല, ചുമതല ആകയാലാണ് ഏറ്റവും വലിയ അത്യാഹിതം ഒഴിവാക്കാൻ ആ മാവ് മുറിക്കണമെന്ന് സകല യുക്തികൾ ഉപയോഗിച്ച് ഞാൻ വാദിച്ചത്. ഈ മാവ് ഏത് സൈഡിലേക്ക് വീണാലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കും. മുറിക്കാതെ വരുന്ന നാശനഷ്ടങ്ങൾ വലിയ വേദന തരും. അതുകൊണ്ട് മുറിക്കുക തന്നെ. വലിയ നാശനഷ്ടങ്ങൾ വരാതിരിക്കാൻ ഇത് മുറിക്കേണ്ടത് കടമയാണ്. വലിയ അത്യാഹിതം വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ എൻ്റെ കടമയാണ്.
ഒഴിവാക്കൽ, വലിയ വലിയ ആപത്ത് ഒഴിവാക്കൽ എൻ്റെ കടമയാണ്. അതിന് മാവ് മുറിക്കുക അത്യാവശ്യമായതിനാലാണ് ഈ മാവ് മുറിക്കുവാൻ വേണ്ടി ഞാൻ സകല യുക്തികളും ഉപയോഗിച്ച് വാദിച്ചത്. അമ്മ ഒരു വാദവും സമ്മതിച്ചു തരാൻ ഭാവമില്ല. യുക്തിയുള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കൂ. ഇവിടെ യുക്തിയല്ല, മറിച്ച് ഭക്തിയും വിശ്വാസവുമാണ്. എന്താണ് വിശ്വാസം? കൊച്ചു ചക്കരിച്ച് വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്ന ഒറ്റ ഉറച്ച നിലയായിരുന്നു അമ്മയ്ക്ക്. കാറ്റുമഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും. കൊച്ചു ചക്കരിച്ച് ചതിക്കില്ല എന്ന വിശ്വാസമോ, അതോ വീണ പൂമുഖവും അറയും തകരുന്നുവെങ്കിൽ അതോടെ ഞാനും തകരട്ടെ എന്ന വിചാരമാണോ അതിൻ്റെ പ്രേരക ശക്തി എന്നറിയില്ല. എത്ര പറഞ്ഞാലും കാറ്റും മഴയും വന്നാൽ അമ്മ ആ അപകട സ്ഥാനത്ത് ചെന്നിരിക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗം വായിച്ചു നോക്കാം. വായിക്കാം. അറയും തകർക്കുന്നെങ്കിൽ അതോടെ താനും തകരട്ടെ എന്ന വിചാരമാണോ അതിൻ്റെ പ്രേരക ശക്തി എന്നറിയില്ല. എത്ര പറഞ്ഞാലും കാറ്റും മഴയും വന്നാൽ അമ്മ ആ അപകട സ്ഥാനത്ത് ചെന്നിരുന്നത് തന്നെ. ജീവച്ഛേദകരമായ രോഗം പിടിപെട്ടിട്ടും യാതൊന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ ഋതുചക്ര തിരിച്ചിലിനനുസൃതമാം വിധം ആ മാവ് തളിർക്കുകയും പൂത്തു കുടചക്രം പോലെ സ്വർണ്ണസ്ഫുലിംഗങ്ങൾ പാറി വിലസുകയും ഇലകളിൽ നിന്ന് ഈഷ മാത്രം നിറഭേദമുള്ള മാമ്പഴ കിങ്ങിണികൾ ചാർത്തി നിൽക്കുകയും കാലവർഷക്കാറ്റിൽ മറ്റു മരങ്ങൾ ചാഞ്ഞുലഞ്ഞു ചാഞ്ചാടുമ്പോൾ തൻ്റെ ഗൗരവം വിടാതെ അർദ്ധ വൃത്താകാരത്തിൽ ലേശം ഒന്ന് തിരിഞ്ഞ് നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് വേദനയോടെ ഞങ്ങൾ നോക്കിക്കണ്ടു. കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ നാളിൽ ആകാശത്തിനു താഴെ അതായത് കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ നാളിൽ ആകാശത്തിനു താഴെ തൻ്റെ ഇലപ്പടർപ്പുകൾ കൊണ്ട് മറ്റൊരാകാശം സൃഷ്ടിച്ച് മിന്നാമിനുങ്ങുകളെ കൊണ്ട് നക്ഷത്ര നിബിഡമായി നിൽക്കുന്നത് ആസന്നമായ വേർപാടിൻ്റെ ബോധത്തെയും വേദനയെയും ഉത്കടമാക്കി തീർത്തു. അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിൻ്റെ ആ ചിരബന്ധുവിൻ്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞുപതിച്ചു. അങ്ങനെ ആശങ്ക നിറഞ്ഞ ഒരു 10 കൊല്ലം കഴിഞ്ഞു. കേവലം ഇച്ഛാശക്തി കൊണ്ടെന്ന പോലെ ആ മാവ് നിലനിന്നു. തുലാവർഷക്കാറ്റുകളും കാലവർഷക്കാറ്റുകളും ആ മുത്തശ്ശിയുടെ നിബിഡവും ശ്യാമളവുമായ തലമുടികളിലൂടെ വിരലോടിച്ച് പോവുക മാത്രം ചെയ്തു. തള്ളിയിട്ടില്ല. അങ്ങനെയിരിക്കെ 20 വർഷം മുമ്പ് വൃശ്ചികം ധനുമാസത്തിൽ നേരിയ ഒരു വർഷവും കാറ്റുമുണ്ടായി. പഴുത്ത ഇലകൾ കൊഴിക്കാൻ മാത്രം പോരുന്ന ഒന്ന്. അകാലത്തുള്ള ആ കാറ്റും മഴയും കൊച്ചു ചക്കരച്ചിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രത്യേകം നിയുക്തമായ അവയായിരുന്നു. അല്പം തെക്കു പടിഞ്ഞാറ് ചാഞ്ഞ് അത് മുറിഞ്ഞു വീണു. പടിയിട്ടതിൻ്റെ വീട്ടിൻ്റെ മതിൽ അല്പം പൊളിഞ്ഞു. ഒരു തൈമാവിൻ്റെ ഒരു ശിഖരം ഒടിഞ്ഞു. കുളത്തിനരികിലെ പുളിമരത്തിൻ്റെ ഏതാനും ചെറിയ കൊമ്പുകൾ അടർന്നു. അതിനേക്കാൾ നിരുപദ്രവമായി എത്ര വിദഗ്ധനായ ഒരു മരം വെട്ടുകാരനും അതിനെ മുറിച്ചിടാൻ കഴിയുമായിരുന്നില്ല. കൊച്ചു ചക്കരിച്ച് നേരുള്ള മാവാണ്. അവൾ ദോഷം വരുത്തുകയില്ല എന്നുള്ള അമ്മയുടെ വിശ്വാസം ജയിച്ചു. അവിടെ കിടിച്ചു പൊന്തിയ മാവിൻ തൈയിനെ കൊച്ചു ചക്കരിച്ചിയുടെ മകൾ എന്ന നിലയിൽ അമ്മ വാത്സല്യത്തോടെ വളർത്തി. ഈ ആണ്ടിൽ അത് കായ്ച്ചു. അവൾ പുളിച്ചിയാണ്. കൊച്ചു ചക്കരച്ചി. AP ഉദയ ഭാനു. അപ്പം എന്താണ് പറഞ്ഞത് നോക്കാം. എത്ര പറഞ്ഞാലും കാറ്റും മഴയും വന്നാൽ അമ്മ ആ അപകട സ്ഥാനത്ത് ചെന്നിരുന്നത് തന്നെ. കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും. കൊച്ചു ചക്കരച്ചി ചതിക്കില്ല എന്ന വിശ്വാസമായിരിക്കാം. വീണ് പൂമുഖവും അറയും തകരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഞാനും തകർന്നോട്ടെ എന്ന വിചാരമാണോ എന്തോ. എത്ര പറഞ്ഞാലും ആ അപകട സ്ഥാനത്ത് ചെന്നിരിക്കും. ജീവച്ഛേദകരമായ രോഗം പിടിപെട്ടിട്ടും യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ ഋതുചക്ര തിരിച്ചിലിനനുസൃതമാ വിധം ആ മാവ് തളിർക്കുകയും പൂത്ത് കുടച്ചക്രം പോലെ സ്വർണ്ണസ്ഫുലിംഗങ്ങൾ പാറി വിലസുകയും ഇലകളിൽ നിന്ന് ഈഷമാത്രം നിറഭേദമുള്ള മാമ്പഴ കിങ്ങിണികൾ ചാർത്തി നിൽക്കുകയും കാലവർഷക്കാറ്റിൽ മറ്റു മരങ്ങൾ ചാഞ്ഞുലഞ്ഞ് ചാഞ്ചാടുമ്പോൾ തൻ്റെ ഗൗരവം വിടാതെ അർദ്ധവൃത്താകാരത്തിൽ ലേശമൊന്ന് തിരിഞ്ഞ് നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് വേദനയോടെ ഞങ്ങൾ നോക്കിക്കണ്ടു.
മരണകാരണമായ രോഗം പിടിപെട്ടിട്ടും യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ ഋതുക്കൾ മാറി മാറി, അതായത് ആ കാലാവസ്ഥയിൽ മാറ്റം ആവർത്തിച്ച് വരുന്നതിനനുസരിച്ച് അനുസൃതമാം വിധം ആ മാവ് തളിർക്കുകയും പൂത്തുലഞ്ഞ് കുടച്ചക്രം പോലെ എന്താണ് ഇലകളിൽ നിന്ന് ചെറിയൊരു നിറഭേദമുള്ള മാമ്പഴ കിങ്ങിണികൾ മാമ്പഴ കിങ്ങിണികൾ ചാർത്തി നിൽക്കുകയും കാലവർഷക്കാറ്റിൽ മറ്റു മരങ്ങൾ ചാഞ്ഞുലഞ്ഞ് ചാഞ്ചാടുമ്പോൾ കാറ്റിൻ്റെ ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചാഞ്ഞുലഞ്ഞ് മറ്റു മരങ്ങൾ ചാഞ്ചാടുമ്പോൾ കാറ്റിലിങ്ങനെ മറ്റു മരങ്ങൾ കാറ്റിന് ചെറുക്കാൻ കഴിയാതെ ആടി ഉലയുമ്പോൾ തൻ്റെ ഗൗരവം വിടാതെ അർത്ഥവൃത്താകാരത്തിൽ ലേശമൊന്ന് തിരിഞ്ഞ് നൃത്തം വയ്ക്കുകയും കൊച്ചു ചക്കരച്ചി തൻ്റെ ഗൗരവം വിടാതെ അർത്ഥവൃത്താകാരത്തിൽ, അതായത് ലേശമൊന്ന് അർത്ഥവൃത്താകാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നൃത്തം വയ്ക്കുകയും ചെയ്യുന്നത് വേദനയോടെ ഞങ്ങൾ നോക്കിക്കണ്ടു. അതായത് മരണകാരണമായേക്കാവുന്ന അസുഖം ബാധിച്ചിട്ടും ഒരസുഖവുമില്ലാത്ത മരങ്ങൾ കാലവർഷക്കാറ്റിനെ ചെറുക്കാൻ കഴിയാതെ ചാഞ്ഞുലഞ്ഞ് ചാഞ്ചാടുമ്പോൾ കൊച്ചു ചക്കരച്ചി തൻ്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തൻ്റെ ഗൗരവം വിടാതെ തലപ്പ് മാത്രം അർത്ഥവൃത്തത്തിൽ ലേശമൊന്ന് തിരിഞ്ഞ് നൃത്തം വയ്ക്കുന്നത് വേദനയോടെ ഞങ്ങൾ നോക്കിക്കണ്ടു എന്നാണ് പറഞ്ഞത്. കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ നാളിൽ ആകാശത്തിനു താഴെ തൻ്റെ ഇലപ്പടർപ്പുകൾ കൊണ്ട് മറ്റൊരാകാശം സൃഷ്ടിച്ച് മിന്നാമിനുങ്ങുകളെ കൊണ്ട് നക്ഷത്ര നിബിഡമായി നിൽക്കുന്നത് ആസന്നമായ വേർപാടിൻ്റെ ബോധത്തെയും വേദനയെയും ഉത്കടമാക്കി തീർത്തു. കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ നാളിൽ കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ നാളിൽ ആകാശത്തിനു താഴെ മറ്റൊരാകാശം പോലെ തൻ്റെ ഇലപ്പടർപ്പ് കൊണ്ട് മറ്റൊരാകാശം തീർത്ത് ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് പോലെ മിന്നാമിനുങ്ങുകൾ മിന്നിത്തിളങ്ങി നിൽക്കുന്നത് എല്ലാം കാണുമ്പോൾ വരാനിരിക്കുന്ന വേർപാടിൻ്റെ ബോധത്തെയും വേദനയെയും ഉത്കടമാക്കി തീർത്ത്, അതായത് മാവിൻ്റെ ഈ സൗന്ദര്യവും തലയെടുപ്പും എല്ലാം ഇനി അധികം നാളുണ്ടാവില്ല, ഈ മാവ് കാലയവനികയ്ക്കുള്ളിൽ മറയാനായിരിക്കുന്നു എന്ന വേർപാട് അവർക്ക് താങ്ങാനായില്ലല്ലേ. കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ നാളിൽ ആകാശത്തിനു താഴെ തൻ്റെ ഇലപ്പടർപ്പ് കൊണ്ട് മറ്റൊരാകാശം സൃഷ്ടിച്ച് മിന്നാമിനുങ്ങുകൾ കൊണ്ട് നക്ഷത്ര നിബിഡമായി നിൽക്കുന്ന ആസന്നമായ വേർപാടിൻ്റെ ബോധത്തെയും വേദനയെയും ഉത്കടമാക്കി, ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് വരാനിരിക്കുന്ന വേർപാടിൻ്റെയും ബോധത്തെയും വേദനയെയും ഉത്കടമാക്കി തീർത്തല്ലേ. അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും, അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിൻ്റെ ചിരബന്ധുവിൻ്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു. ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെടുന്ന തോന്നിയപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇങ്ങനെ തികട്ടി വരുന്നല്ലേ. തറവാടിൻ്റെ ചിരബന്ധുവിൻ്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു. കൊച്ചു ചക്കരച്ചിക്ക് മരണകാരണമായ അസുഖം വന്നപ്പോൾ അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിൻ്റെ ദീർഘകാലമായുള്ള ബന്ധത്തിൻ്റെ ചിരബന്ധുവിൻ്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു. ഈ തറവാടിൻ്റെ തലമുറകളെ മധുരമൂറും പഴങ്ങൾ കൊടുത്ത് വളർത്തിയ ആ മാവിൻ്റെ ഗുണങ്ങൾ കൊച്ചു ചക്കരച്ചി മരണത്തിലേക്ക് പോകുന്നു എന്ന സത്യം ഓർത്തപ്പോൾ അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും ഹൃദയത്തിൽ അതിൻ്റെ ഗുണങ്ങൾ ആഞ്ഞു പതിച്ചു. അത് തന്ന നന്മകളെ ആഞ്ഞു പതിച്ചു അല്ലേ. അതിനെക്കുറിച്ച് അത് ചെയ്ത അതിൻ്റെ നന്മകളെല്ലാം അവർക്ക് വേദനയോടെ ഇങ്ങനെ തികട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ആശങ്ക നിറഞ്ഞ ഒരു 10 കൊല്ലം കഴിഞ്ഞു. അങ്ങനെയൊക്കെ വയ്യായ്ക ഉണ്ടായെങ്കിലും കൊച്ചു ചക്കരച്ചി ഒരു 10 കൊല്ലം അങ്ങനെ നിന്നല്ലേ. മരണകാരണമായേക്കാവുന്ന അസുഖം ബാധിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. കേവലം ഇച്ഛാശക്തി കൊണ്ടെന്ന പോലെ ആ മാവ് നിലനിന്നു. എന്നെ ആർക്കും കീഴടക്കാനാവില്ല എന്ന് എന്നെ ആർക്കും കീഴടക്കാനാവില്ല എന്ന ഇച്ഛാശക്തി കൊണ്ടെന്ന പോലെ ആ മാവ് നിലനിന്നു. തുലാവർഷക്കാറ്റും കാലവർഷക്കാറ്റും ആ മാവ് മുത്തശ്ശിയുടെ നിബിഡവും ശ്യാമളവുമായ തലമുടിയിൽ കൂടെ വിരലോടിച്ച് പോവുക മാത്രമേ, ഒന്നിങ്ങനെ തലോടി പോവുള്ളൂ അല്ലേ. കാറ്റ് വന്നിട്ടൊന്ന്
തലോടി പോവുക മാത്രമേ ചെയ്തുള്ളൂ. തുലാവർഷക്കാറ്റും കാലവർഷക്കാറ്റും ആ മാവ് മുത്തശ്ശിയുടെ നിബിഡവും ശ്യാമളവുമായ തലമുടികളിൽ കൂടെ വിരലോടിച്ച് പോവുക മാത്രം ചെയ്തു, തള്ളിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ 20 വർഷം മുൻപ് വൃശ്ചികം ധനുമാസത്തിൽ നേരിയൊരു വർഷവും കാറ്റുമുണ്ടായി. പഴുത്ത ഇലകൾ കൊഴിക്കാൻ മാത്രം പോരുന്ന ഒരു കാറ്റ്. പഴുത്തില മാത്രം വീഴാനുള്ള ശക്തിയേ കാറ്റിനുള്ളൂ. പച്ചില പോലും വീഴാത്ത തരത്തിലുള്ള പഴുത്ത ഇലകൾ കൊഴിക്കാൻ മാത്രം പോരുന്ന ഒരു വർഷവും കാറ്റുമുണ്ടായി. പഴുത്ത ഇലകൾ മാത്രം പൊഴിക്കാൻ പോരുന്ന ഒന്ന്. ആ കാലത്തുള്ള ആ കാറ്റും മഴയും എന്ന് പറഞ്ഞാൽ വൃശ്ചികം ധനുമാസം വേനൽക്കാലമാണല്ലേ. അതാണ് അകാലത്തുണ്ടായ കാറ്റും മഴ. വേനൽക്കാലത്ത് അങ്ങനെ മഴ ചുരുക്കല്ലേ, പറഞ്ഞ മഴകളല്ലേ ഉണ്ടാവുള്ളൂ കണക്കാക്കിയ. അപ്പോൾ ആ വൃശ്ചിക ധനുമാസത്തിൽ, അതായത് അകാലത്ത്, വർഷക്കാലമല്ല, ആ സമയത്ത് അസമയത്തുണ്ടായ ആ കാറ്റും മഴയും എന്ന് പറയുന്നത്, അകാലത്തുണ്ടായ കാറ്റും മഴയും കൊച്ചു ചക്കരച്ചിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ പ്രത്യേകം നിയുക്തമായവയായിരുന്നു. കാലമല്ലാത്ത കാലത്തുണ്ടായ കാറ്റും മഴയും കൊച്ചു ചക്കരച്ചി ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതായിരുന്നു. അല്പം തെക്ക് പടിഞ്ഞാറ് ചാഞ്ഞ അത് മുറിഞ്ഞു വീണു കൊച്ചു ചക്കരച്ചി. പടിയിട്ടതിൽ വീടിൻ്റെ മതിൽ അല്പം പൊളിഞ്ഞു. ഒരു തൈമാവിൻ്റെ ഒരു ശിഖരം ഇടിഞ്ഞു. കുളത്തിനരികിലെ പുളിമരത്തിൻ്റെ ഏതാനും ചെറിയ കൊമ്പുകൾ മാത്രം ഇടിഞ്ഞു. പിന്നെ എന്താണ്, മാവ് വീണ് കേടുവരുത്തുമെന്ന് കരുതിയ തായ്പുരയ്ക്കോ കെട്ടിടങ്ങൾക്കോ ഒന്നും കേടുപാട് ഉണ്ടാകാതെ അല്പം തെക്ക് പടിഞ്ഞാറ് ചാഞ്ഞ് മുറിഞ്ഞു വീണു. മതിലിൻ്റെ അല്പം പൊളിഞ്ഞു. തൈമാവിൻ്റെ ഒരു ശിഖരം ഒടിഞ്ഞു. കുളത്തിനരികിലെ പുളിമരത്തിൻ്റെ ഏതാനും ചെറിയ കൊമ്പുകൾ മാത്രം ഇടിഞ്ഞു എന്നല്ലാതെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതിനേക്കാൾ നിരുപദ്രവകരമായി എത്ര വിദഗ്ധനായ ഒരു മരം വെട്ടുകാരനും അതിനെ മുറിച്ചിടാൻ കഴിയുമായിരുന്നില്ല. ഇത്രയെങ്കിലും കുഞ്ഞു കുഞ്ഞു നഷ്ടങ്ങളൊന്നും ഇല്ലാതെ ഒരു വിദഗ്ധനായ മരം വെട്ടുകാരനും ഈ വീട്ടുമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചു ചക്കരച്ചിയെ മുറിച്ചിടാൻ സാധിക്കില്ല. കൊച്ചു ചക്കരച്ചി നേരുള്ള മാവാണ്. അവൾ ദോഷം വരുത്തുകയില്ല എന്നുള്ള അമ്മയുടെ വിശ്വാസം ജയിച്ചു. കൊച്ചു ചക്കരച്ചി നേരുള്ള മാവാണ്, അവൾ ദോഷം വരുത്തുകയില്ല എന്നായിരുന്നു അമ്മയുടെ വിശ്വാസം. ആ വിശ്വാസം ജയിച്ചു. അവിടെ കിളിച്ചു പൊന്തിയ മാവിൻ്റെ തയ്യെ കൊച്ചു ചക്കരച്ചിയുടെ മകൾ എന്ന നിലയിൽ അമ്മ വാത്സല്യത്തോടെ വളർത്തി. കൊച്ചു ചക്കരച്ചിയുടെ ഓർമ്മ നിലനിർത്താനെന്ന പോലെ അവിടെ കിളിച്ചു പൊന്തിയ മാവിൻ തൈയിനെ കൊച്ചു ചക്കരച്ചിയുടെ മകൾ എന്ന നിലയിൽ ആ മാവിൻ തൈയിനെ കൊച്ചു ചക്കരച്ചിയുടെ മകൾ ആയി കണ്ട് വാത്സല്യത്തോടെ വളർത്തി. ഈ ആണ്ടിൽ അത് കായ്ച്ചു. അവൾ പൊളിച്ചിയാണ്. കൊച്ചു ചക്കരച്ചി തേനൂറുന്ന മധുരമുള്ള മാങ്ങ തരുന്ന ചക്കര മാവായിരുന്നു അല്ലേ. കൊച്ചു ചക്കരച്ചിയുടെ മകൾ കുറുമ്പത്തിയാണല്ലേ, പുളിച്ചിയാണ് അവളുടെ മാങ്ങ. പുളിയുള്ള മാങ്ങയാണ്, പുളിച്ചിയാണ് അവളുടെ മാങ്ങ അല്ലേ. അപ്പം മക്കളെ, ഈ പാഠമൊക്കെ നല്ലോണം പഠിക്കുക. എന്നിട്ട് മക്കൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ മക്കളിതെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മക്കൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദ്യോത്തരങ്ങളെല്ലാം പഠിക്കാം.